നമസ്കാരം, മാസ്റ്ററിംഗ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ MS വേഡിനകത്ത് വരുന്ന ഹോം ടാബ്, ഇൻസേർട്ട് ടാബ്, ഈ രണ്ട് ടാബുകളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇനി നമുക്ക് പഠിക്കാനുള്ള മൂന്നാമത്തെ ടാബ് എന്ന് പറയുന്നത് പേജ് ലേഔട്ടാണ്. അപ്പോൾ പേജ് ലേഔട്ടിൽ എന്തൊക്കെ ആണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് പേജ് ലേഔട്ടിൽ വരുന്ന ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് തീംസ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും, ഇതാണ് എന്ത് തീംസ് എന്ന് പറയുന്നത്. അപ്പോൾ തീംസ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ചേഞ്ച് ദ ഓവറോൾ ഡിസൈൻ ഓഫ് ദ എൻറ്റയർ ഡോക്യുമെൻറ്റ്, നമ്മുടെ എൻറ്റയർ ഡോക്യുമെൻറ്റിൻ്റെ ഓവറോൾ ഡിസൈൻ, അതായത് കളറ്, ഫോണ്ട്, എഫക്റ്റ്, ഇതെല്ലാം മുഴുവനെ മാറ്റാൻ വേണ്ടിയിട്ട്, ഓവറോളായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട്, ആ ഡിസൈൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തീംസ് എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ തീംസ് എടുത്തു കഴിഞ്ഞാൽ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലുള്ള തീംസ് കാണാം. ഇപ്പം ഞാൻ ഓരോ തീമിൽ വെക്കും തോറും നമ്മുടെ ഡോക്യുമെൻറ്റിൽ ചേഞ്ച് വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അങ്ങനെ ഓവറോൾ ഡിസൈൻ നമുക്ക് ചേഞ്ച് വരുത്താം. അതുപോലെ തന്നെ ഇവിടെ സൈഡിൽ കളർ ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ കണ്ടോ, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീംസ് കളർ, അതായത് പല കളർ കോമ്പിനേഷൻ, ഓഫീസ്, ഗ്രേ സ്കെയില്, അപ്പെക്സ് എന്ന് പറയുന്ന പല കളർ കോമ്പിനേഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് കളർ ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ ഫോണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല ഫോണ്ടുകളും ചേഞ്ച് ചെയ്യാം. ഞാൻ ഓരോന്നിൽ ക്ലിക്ക് ചെയ്യുമ്പോഴും നമ്മുടെ ഡോക്യുമെൻറ്റിൽ അത് ചേഞ്ച് ആകുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എഫക്റ്റുകൾ ചേഞ്ച് ചെയ്യാം. നമ്മുടെ ഡോക്യുമെൻറ്റിൻ്റെ എഫക്റ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് തീംസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ തീംസ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ദ ഓവറോൾ ഡിസൈൻ ഓഫ് ദി എൻറ്റയർ ഡോക്യുമെൻറ്റ്. അടുത്തത് വരുന്നതെന്ന് പറഞ്ഞാൽ പേജ് സെറ്റപ്പ് ആണ്. പേജ് സെറ്റപ്പിനകത്ത് ആദ്യം വരുന്നത് മാർജിൻസ് ആണ്. അപ്പോൾ പേജ് സെറ്റപ്പിനകത്ത് നമുക്ക് ആദ്യം വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മാർജിൻസ് ആണ്. അപ്പോൾ മാർജിൻ എന്താണെന്ന് നമ്മൾ അറിയണം. മാർജിൻസ് ആർ ദ ബ്ലാങ്ക് സ്പേസ് അറൗണ്ട് ദി എഡ്ജസ് ഓഫ് ദ പേജ്. നമ്മുടെ ഈ ഒരു പേജിൻ്റെ ഓരോ എഡ്ജിലുമുള്ള ബ്ലാങ്ക് സ്പേസിനെയാണ് നമ്മൾ മാർജിൻ എന്ന് പറയുന്നത്. അപ്പം ഈ ലെഫ്റ്റ് സൈഡിൽ നോക്കിയേ, ഇതുപോലെ നമുക്ക് ബ്ലാങ്ക് സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലുമുണ്ട്, ടോപ്പിലുമുണ്ട്. അതുപോലെ തന്നെ ഒരു പേജിൻ്റെ താഴെയും നമുക്ക് ബ്ലാങ്ക് സ്പേസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു പേപ്പറിൻ്റെ അല്ലെങ്കിൽ പേജിൻ്റെ 4 സൈഡിലുമുള്ള ബ്ലാങ്ക് സ്പേസിനെയാണ് മാർജിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ മാർജിൻ സൈസ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ആ ഒരു സൈസ് എൻ്റെ ഡോക്യുമെൻറ്റിലും ആ ഒരു സൈസ് ആയിരിക്കും ഉള്ളത്. ഇനി ഇവിടെ കണ്ടോ, ഈ മാർജിനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ പല തരത്തിലുള്ള ഓപ്ഷൻസ് ഉണ്ട്. നാരോ ഉണ്ട്, നോർമൽ ഉണ്ട്, മോഡറേറ്റ് ഉണ്ട്, വൈഡ് ഉണ്ട്, മിറോർഡ് ഉണ്ട്. അപ്പം ഇങ്ങനെ പല ഓപ്ഷൻസ് നമുക്കുണ്ട്. അതനുസരിച്ചിട്ട് മാർജിൻ മാറും. ഇപ്പം ഞാൻ നോർമൽ കൊടുത്ത് കാണിക്കാം. നമ്മുടെ നോർമൽ മാർജിൻ സൈസിനാണ്. ഇനി നാരോ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഇതുപോലെ മാർജിൻ സൈസ് കുറയും. ഇപ്പം ഞാൻ നാരോ കൊടുത്ത് കണ്ടോ, മാർജിൻ സൈസ് കുറഞ്ഞു. ഇപ്പം നമുക്ക് ഇതേപോലെ മാർജിൻ അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി അടുത്തതെന്ന് പറയുന്നത് എന്താണ് ലെഫ്റ്റ് മാർജിൻ എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ലെഫ്റ്റ് മാർജിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ടെക്സ്റ്റ് ആൻഡ് എഡ്ജ് ഓഫ് ദ പേപ്പർ. അതായത് നമ്മുടെ ഈ ടെക്സ്റ്റും ഈ ലെഫ്റ്റ് എഡ്ജും, പേപ്പറിൻ്റെ ലെഫ്റ്റ് എഡ്ജും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് ലെഫ്റ്റ് മാർജിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് റൈറ്റ് മാർജിൻ. അപ്പോൾ എങ്ങനെ വരും? റൈറ്റ് മാർജിൻ ഈസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടെക്സ്റ്റ് ആൻഡ് റൈറ്റ് എഡ്ജ് ഓഫ് ദ പേപ്പർ. പേപ്പറിൻ്റെ റൈറ്റ് എഡ്ജും ടെക്സ്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇനി ടോപ്പ് മാർജിൻ ആണെങ്കിലോ ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ടെക്സ്റ്റ് ആൻഡ് ടോപ്പ് എഡ്ജ് ഓഫ് ദി പേപ്പർ. പേപ്പറിൻ്റെ ടോപ്പ് എഡ്ജും ടെക്സ്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ടോപ്പ് മാർജിൻ. ബോട്ടം മാർജിൻ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ടെക്സ്റ്റ് ആൻഡ് ബോട്ടം എഡ്ജ് ഓഫ് ദ പേപ്പർ ആണ് ബോട്ടം മാർജിൻ. ഇനി മെയിനായിട്ട് നമുക്ക് മാർജിനിൽ വരുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു. നോർമൽ ഉണ്ട്, നാരോ ഉണ്ട്, മോഡറേറ്റ് ഉണ്ട്, വൈഡ് ഉണ്ട്, മിറോർഡ് ഉണ്ട്. ഇതൊക്കെയാണ് എന്താണ് മാർജിനിൽ വരുന്ന ഓപ്ഷൻസ്. അപ്പോൾ ഇതിലിപ്പോൾ 3-4 ഓപ്ഷൻ തന്നിട്ട് ഇതിലല്ലാത്ത ഒരെണ്ണം കൂടെ തന്നിട്ട് ഇതിൽ മാർജിൻസ് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയാൻ കഴിയണം. നോർമൽ, നാരോ, മോഡറേറ്റ്, വൈഡ് ആൻഡ് മിറോർഡ്, ഇത്രയുമാണ് നമ്മുടെ മാർജിൻ ഓപ്ഷൻസ്. ഇനി നമുക്ക് പറയാനുള്ളത് ഓറിയൻറ്റേഷൻ ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. പേജ് ഓറിയൻറ്റേഷൻ 2 ടൈപ്പാണുള്ളത്, പോർട്രേറ്റും ലാൻഡ്സ്കേപ്പും. ഇത് മിക്കവാറും എക്സാമുകൾക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓറിയൻറ്റേഷൻ ഏതൊക്കെ ടൈപ്പാണ്? പോർട്രേറ്റുമുണ്ട്, ലാൻഡ്സ്കേപ്പുമുണ്ട്.
ഇപ്പോൾ പോർട്രേറ്റ് ഈസ് ഡാഷ് എന്ന് പറഞ്ഞ് ചോദിക്കാം. എന്താണ്? പേജ് ഓറിയൻറ്റേഷൻ ആണ്. ഇനി ഇത് ഓറിയൻറ്റേഷൻ ഏത് ടാബിലാണ് വരുന്നത്? പേജ് ലേഔട്ട് ടാബിലാണ് വരുന്നത്. പേജ് ലേഔട്ട് ടാബിനകത്ത് ഏത് ഗ്രൂപ്പിലാണ്? പേജ് സെറ്റപ്പിലാണ് വരുന്നത്. ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓറിയൻറ്റേഷൻ ആണ്. ഇങ്ങനെ നമുക്ക് എക്സാമിന് പല രീതിയിലും എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇനി നോക്കിയേ, പോർട്രേറ്റ് ഓപ്ഷൻ ഹെൽപ്സ് ടു വ്യൂ ദ ഡോക്യുമെന്റ് വെർട്ടിക്കലി നമുക്ക് കാണാൻ വേണ്ടിയിട്ട്, അതായത് നമ്മളൊരു പേപ്പർ എടുക്കുമ്പോൾ ആ പേപ്പർ എങ്ങനെയാണോ വെക്കുന്നത് ആ രീതിയിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്, പോർട്രേറ്റ്. ഈ പേപ്പറിൽ സാധാരണ രീതിയിൽ നമ്മൾ എഴുതുമ്പോൾ വലിയ ടേബിൾസ്, ഒരുപാട് കോളമുള്ള ടേബിളൊക്കെ വരയ്ക്കേണ്ടി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ബുക്ക് ചരിച്ച് വെച്ച് എഴുതും ഇല്ലേ? അപ്പോൾ അതേ രീതിയിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ലാൻഡ്സ്കേപ്പ്, അതായത് ഹൊറിസോണ്ടലി കിട്ടാൻ വേണ്ടിയിട്ട് ലാൻഡ്സ്കേപ്പും, വെർട്ടിക്കലി ആണെന്നുണ്ടെങ്കിൽ പോർട്രേറ്റുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? ഞാനൊരു ഡോക്യുമെൻ്റ് എടുക്കാം. ഇത് നമ്മുടെ ഒരു ഡോക്യുമെൻ്റ് ആണ്. ഇതിനകത്ത് ഓറിയൻറ്റേഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ, ഇത് നമ്മുടെ സാധാ പേപ്പർ ഇരിക്കുന്ന ആ ഒരു ടൈപ്പ്, ആ ഒരു ഓറിയൻറ്റേഷൻ. ഇതെന്താണ്? പോർട്രേറ്റ് ആണ്. നമ്മൾ പേപ്പർ ചരിച്ച് പിടിക്കുമ്പോൾ അത് ലാൻഡ്സ്കേപ്പ്. അപ്പോൾ പോർട്രേറ്റ് ഇത് നമ്മൾ നോർമലി ഡീഫോൾട്ടായിട്ട് ഏത് ഓറിയൻറ്റേഷൻ ആയിരിക്കും? പോർട്രേറ്റ് ഓറിയൻറ്റേഷൻ ആയിരിക്കും. ലാൻഡ്സ്കേപ്പിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലാൻഡ്സ്കേപ്പിൽ വരും. ഇത് നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പം കാര്യം മനസ്സിലായി കാണും. പോർട്രേറ്റ് എന്ന് പറഞ്ഞാൽ നോർമൽ പേപ്പറും, അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പേപ്പർ ചരിച്ച് വെച്ചിട്ടുള്ള ആ ഒരു രീതിയുമാണ്. ഇപ്പോൾ ഓറിയൻറ്റേഷൻ പഠിച്ചിരിക്കുക. ഏതൊക്കെയാണ് രണ്ട് ഓറിയൻറ്റേഷൻ? പോർട്രേറ്റ് ആൻഡ് ലാൻഡ്സ്കേപ്പ് ആണ് 2 ടൈപ്സ് ഓഫ് ഓറിയൻറ്റേഷൻ. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് സൈസ് ആണ്. സൈസ് എന്ന് പറഞ്ഞാൽ പേപ്പർ സൈസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൈസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് ലെറ്റർ ഉണ്ട്, ലെറ്റർ സ്മോള്, ടാബ്ലോയിഡ്, ലെഡ്ജർ, ലീഗല്, സ്റ്റേറ്റ്മെൻറ്റ്, എക്സിക്യൂട്ടീവ്, A3, A4, A5, B4, B5 ഇങ്ങനെ ഒരുപാട് രീതിയിൽ പേപ്പർ സൈസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഓപ്ഷൻസ് ഏതൊക്കെ? ലെറ്റർ, ലീഗൽ, ടാബ്ലോയിഡ്, സ്റ്റേറ്റ്മെൻറ്റ്, എക്സിക്യൂട്ടീവ്, A3, A4, A5, B4, B5 ഒക്കെയാണ്. അപ്പം സൈസ് എന്ന് പറഞ്ഞാൽ പേപ്പർ സൈസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ കോളമാണ്. യൂസ്ഡ് ടു പ്ലേസ് ടെക്സ്റ്റ് ഇൻ കോളം ഫോർമാറ്റ്. നമ്മൾ ഈ ന്യൂസ് പേപ്പറിലൊക്കെ നിങ്ങൾ ന്യൂസ് വായിക്കുമ്പോൾ എന്ത് ചെയ്യും? കോളം ഫോർമാറ്റിലാണ്. അതായത് നമുക്കൊരു പേജ് ഉണ്ട്, ഒരു പേപ്പർ ഉണ്ടെങ്കിൽ ആ പേപ്പറിൽ ഫുൾ ഇങ്ങനെ എഴുതി പോയിട്ട് താഴെ വരികയല്ല ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ ഒരു പേപ്പറിൽ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇതിങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്ത് ഇങ്ങേ അറ്റത്തെ മാർജിനിൽ വരും, അതിനുശേഷം അടുത്ത ഇവിടെ വരും, അങ്ങനല്ലേ? അപ്പം നമുക്ക് ഇത് കോളമായിട്ട് തിരിക്കണം എന്നുണ്ടെങ്കിൽ ഏത് യൂസ് ചെയ്യും? ഈ കോളം എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യും. അപ്പോൾ എങ്ങനെയായിരിക്കും വരുന്നത്? ഇതിനകത്ത് ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. കണ്ടോ, ഇപ്പോൾ 2 കോളം കൊടുത്തു കഴിഞ്ഞാൽ ഒരെണ്ണം ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ ടൈപ്പ് ചെയ്ത് തീർന്നതിന് ശേഷം എവിടെ പോകും? ഈ സൈഡിൽ പോകും. അതുപോലെ 3 കോളം ഉണ്ട്. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് പോർഷൻ ചെറുതും റൈറ്റ് പോർഷൻ വലിയൊരു ഇതായിട്ടും വരും. റൈറ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റ് പോർഷൻ വലുതും ലെഫ്റ്റ് പോർഷൻ ചെറുത്. അങ്ങനെ അതുപോലെ തന്നെ മോർ കോളംസ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കാം. ഓപ്ഷൻ എടുത്തിട്ട് നമുക്ക് വേണ്ട ഓപ്ഷൻസ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്പർ ഓഫ് കോളംസ് എത്ര വേണം എന്ന് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കോളംസ് ആയിട്ട് ഡേറ്റാസിനെ തിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ ഈ ഒരു ഡോക്യുമെൻ്റ് നോക്കി ഇവിടെ നമുക്ക് കോളം എടുക്കാം. കോളം എടുത്തിട്ട് 2 കൊടുക്കാം. 2 ആയിട്ട് ഞാൻ 2 കൊടുത്തു. 2 കൊടുത്തപ്പോൾ കണ്ടോ, ഇവിടെ ഒരു ഡിഫറൻസ്, ഇവിടെ ഒരു മാർജിൻ വന്നുണ്ടോ, ഒരു സെപ്പറേഷൻ വന്നുണ്ടോ? നേരത്തെ നമ്മുടെ റൂളർ ഇപ്പോൾ നമ്മൾ 1 കൊടുത്തു നോക്കാം, കോളം 1 കൊടുത്തു. 1 കൊടുത്തപ്പോൾ നമ്മുടെ റൂളർ ഇങ്ങനെ ഒറ്റ ഇതായിട്ടായിരുന്നു. ഇനി നമ്മൾ 2 കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റൂളർ എന്ത് ചെയ്യും? 2 ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇനി നോക്കി, ഇതിങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്ത് വരികയാണ്. അപ്പം ഞാൻ ഇവിടുന്ന് എൻ്റർ അടിച്ച് പോകാം. നമുക്ക് ഇവിടെ തൊട്ട് ജസ്റ്റ് ഒന്ന് എൻ്റർ അടിച്ച് പോകാം. എൻ്റർ അടിച്ച് പോകുമ്പോൾ നമ്മൾ താഴെ ചെന്ന് കഴിയുമ്പോൾ കണ്ടോ, ഇപ്പോൾ എന്ത് വന്നു? അടുത്ത കോളത്തിൽ വന്നു. അപ്പം ന്യൂസ് പേപ്പറിലൊക്കെ ന്യൂസൊക്കെ ഇതേപോലെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് എത്ര കോളം വേണമെങ്കിൽ കൊടുക്കാം? 3 കോളം വേണമെങ്കിൽ കൊടുക്കാം. 3 എണ്ണം കൊടുക്കുമ്പോൾ ഇത് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ കോളംസ് ആയിട്ട് അറേഞ്ച് ചെയ്യാനാണ് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത ഏതാണെന്ന് നമുക്ക് നോക്കാം. അടുത്തതെന്ന് പറയുന്നത് കോളം കഴിഞ്ഞിട്ടുള്ളത് ഏതാണ്? ബ്രേക്കാണ്. പേജ് ബ്രേക്ക് ആൻഡ് സെഷൻ ബ്രേക്ക്. ബ്രേക്കിനകത്ത് വരുന്ന മെയിനായിട്ടുള്ള 2 ഓപ്ഷൻസ് ആണ്. പേജ് ബ്രേക്കും ഉണ്ട്,
സെക്ഷൻ ബ്രേക്കുമുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഓപ്ഷൻസ് തന്നിട്ട് ചോദിച്ചിട്ടുണ്ട് പേജ് ബ്രേക്കിൽ ഉൾപ്പെടാത്തത് ഏതാണ്, അല്ലെങ്കിൽ സെക്ഷൻ ബ്രേക്കിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പേജ് ബ്രേക്കിനകത്ത് വരുന്ന ഏതൊക്കെയാണ്? പേജ് ഉണ്ട്, കോളം ഉണ്ട്, ടെക്സ്റ്റ് വ്രാപ്പിംഗ് ഉണ്ട്. അപ്പോൾ ടെക്സ്റ്റ് വ്രാപ്പിംഗ് ഏതിനകത്താണ് വരുന്നത്? അപ്പോൾ നമുക്ക് സംശയം വരും, പേജ് ബ്രേക്ക് ആണോ സെഷൻ ബ്രേക്ക് ആണോ, ഇത് എവിടെയാണ് വരുന്നത് എന്നുള്ള സംശയം വരും. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ ഇപ്പോൾ പഠിക്കുക. പേജ് ലേഔട്ടിൽ പേജ് സെറ്റപ്പിനകത്താണ് പേജ് ബ്രേക്ക് വരുന്നത്. ബ്രേക്കിനകത്ത് തന്നെ 2 ഓപ്ഷൻസ് ഉണ്ട്. പേജ് ബ്രേക്കുമുണ്ട്, സെഷൻ ബ്രേക്കുമുണ്ട്. പേജ് ബ്രേക്കിനകത്ത് വരുന്നത് പേജ് ഉണ്ട്, കോളം ഉണ്ട്, ടെക്സ്റ്റ് വ്രാപ്പിംഗ് ഉണ്ട്. പേജസ്, കോളം, ടെക്സ്റ്റ് വ്രാപ്പിംഗ് ഇത്രയുമാണ് പേജ് ബ്രേക്കിനകത്ത് വരുന്നത്. കണ്ടോ, പേജ്, കോളം, ടെക്സ്റ്റ് വ്രാപ്പിംഗ്. ഇനി അടുത്തതിൽ വരുന്ന സെക്ഷൻ ബ്രേക്കിനകത്ത് വരുന്നതാണ് നെക്സ്റ്റ് പേജ്, കണ്ടിന്യൂസ്, ഈവൻ പേജ്, ഓഡ് പേജ്. അപ്പോൾ ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. എന്താ പേജ് ബ്രേക്കിൽ വരുന്ന പെടാത്ത ഓപ്ഷൻസ് ഏതൊക്കെയാണ്? നെക്സ്റ്റ് പേജ്, കണ്ടിന്യൂസ്, ഈവൻ പേജ്, ഓഡ് പേജ്. ഇനി അല്ലെങ്കിൽ കണ്ടിന്യൂസ്, ഈവൻ പേജ്, ഓഡ് പേജ് തന്നിട്ട് കോളം തരും. അപ്പം ഏതാണ് സെഷൻ ബ്രേക്കിൽ വരാത്തത്? കോളമാണ്. കോളം വരുന്നത് ഏതിലാണ്? പേജ് ബ്രേക്കിലാണ്. അപ്പോൾ പേജ് ബ്രേക്കിൽ ഏതൊക്കെയാണ്? പേജസ് ഉണ്ട്, കോളം ഉണ്ട്, ടെക്സ്റ്റ് വ്രാപ്പിംഗ് ഉണ്ട്. ഇനി അടുത്ത സെഷൻ ബ്രേക്കിൽ വരുന്നത് നെക്സ്റ്റ് പേജും, കണ്ടിന്യൂസും, ഈവൻ പേജും, ഓഡ് പേജ്. ഇത്രയും ഓപ്ഷൻസ് ആണ് അതിലുള്ളത്. പിന്നെ അടുത്ത വരുന്നതെന്ന് പറഞ്ഞാൽ ലൈൻ നമ്പർ ആണ്. ആഡ് ലൈൻ നമ്പർ ഇൻ ദ മാർജിൻ എലോങ് സൈഡ് ഓഫ് ഈച്ച് ലൈൻ ഓഫ് ദ ഡോക്യുമെന്റ്. ഓരോ ഡോക്യുമെന്റിന്റെയും ഓരോ ലൈനിലും എന്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്? ലൈൻ നമ്പർ. എത്ര നമുക്ക് ഡോക്യുമെന്റിൽ എത്ര ലൈൻസ് ഉണ്ടെന്നൊക്കെ അറിയണമെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? ലൈൻ നമ്പർ കൊടുക്കാം. അപ്പോൾ എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നോക്കിയാൽ, അപ്പോൾ നമ്മുടെ ഡോക്യുമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഡോക്യുമെൻറ്റിൽ നമ്മൾ ഏത് പേജ് ലേഔട്ടിനകത്ത് ലൈൻ നമ്പർ ഓപ്ഷൻ എടുക്കുക. ഇതാണ്, ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഇതിപ്പോൾ കണ്ടിന്യൂസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കണ്ടോ, ഇതേപോലെ ലൈൻ നമ്പേഴ്സ് വരും. എത്ര ലൈൻ ഉണ്ടെന്ന്, 1, 2, 3 ഇങ്ങനെ കണ്ടിന്യൂസ് ലൈൻ നമ്പേഴ്സ് വരും. ഇങ്ങനെ ലൈൻ നമ്പർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ഈച്ച് പേജ്, അങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട്. ഏത് ഓപ്ഷൻ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? കൊടുക്കാം. ലൈൻ നമ്പർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ലൈൻ നമ്പർ എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് ഏതാണ്? ഹൈഫനേഷൻ ആണ്. അലോ വേർഡ് ടു ബ്രേക്ക് ലൈൻസ് ബിറ്റ്വീൻ ദ സിലബിൾസ് ഓഫ് എ വേർഡ്. വേർഡ്സിൻ്റെ സിലബിൾസിനിടയിലുള്ള ലൈൻസ് ഒക്കെ കൊടുക്കാൻ വേണ്ടി, അതായത് നമ്മൾ ഒരു വേർഡ് എഴുതിയിട്ട് അതിൻ്റെ ബാലൻസ് താഴെയാണ് എഴുതിയേക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? അത് ഹൈഫനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈഫനേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത പറയാനുള്ളത് പേജ് ബാക്ക്ഗ്രൗണ്ട് ആണ്. അപ്പോൾ പേജ് ലേഔട്ട് ടാബിൽ വരുന്ന അടുത്ത ഗ്രൂപ്പാണ് പേജ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. പേജ് ബാക്ക്ഗ്രൗണ്ടിൽ മെയിനായിട്ടും വരുന്നത് വാട്ടർമാർക്ക്, പേജ് കളറ്, പേജ് ബോർഡർ. ഇത് 3ഉമാണ്. പേജ് കളർ എന്താണെന്ന് നോക്കാം. അപ്ലൈ പ്രീ ഡിഫൈൻഡ് കളർ ടു അവർ ഡോക്യുമെൻറ്റ്. നമ്മുടെ ഡോക്യുമെൻറ്റിന് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള കളർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പേജ് കളർ. നോക്കിയേ, ഇവിടെ പല രീതിയിലുള്ള കളറുണ്ട്. അപ്പം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ ഏത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? കൊടുക്കാം. അപ്പോൾ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള കളർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പേജ് കളർ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് പേജ് ബോർഡർ ഓപ്ഷൻ ആണ്. അപ്പോൾ പേജ് ബോർഡർ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ഡയലോഗ് ബോക്സ് വരും. ഇവിടെ നണ്ണുണ്ട്, ബോക്സ് ഉണ്ട്, ഷാഡോ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതാ ബോക്സാണ് വേണ്ടെങ്കിൽ ബോക്സ് സെലക്ട് ചെയ്യുക. ഇവിടെ സ്റ്റൈലുണ്ട്. ഈ സ്റ്റൈലിൽ നിന്നും ഏത് സ്റ്റൈല് ബോർഡർ ആണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ വിഡ്ത്ത് നമുക്ക് വേണമെങ്കിൽ കൂട്ടിയും കുറച്ചുമൊക്കെ കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് 2 സൈഡിലും മതിയെങ്കിൽ, ഇപ്പോൾ ഇവിടെ ഞാൻ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലെ ബോർഡർ പോയി. അതുപോലെ തന്നെ ഇവിടെ ടിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തെ ബോർഡർ പോയി. 2 സൈഡിലും മാത്രമേ ബോർഡർ വന്നിട്ടുള്ളൂ. അതല്ല ഇത് ബോക്സ് പോലെ തന്നെ വേണമെങ്കിൽ മുകളിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, താഴത്തും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഏതാ വേണ്ട ആ രീതി നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ എന്ത് ചെയ്യും? പേജിന് ബോർഡർ വരും. അതാണ് പേജ് ബോർഡർ. ഇനി പറയാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് വാട്ടർമാർക്ക്. വാട്ടർമാർക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ടെക്സ്റ്റ് ഓർ പിക്ചർ ദാറ്റ് അപ്പിയർ ബിഹൈൻഡ് അവർ ഡോക്യുമെൻറ്റ്. നമ്മുടെ ഡോക്യുമെൻറ്റിൻ്റെ പിറകിലായിട്ട് ഏതെങ്കിലും ടെക്സ്റ്റോ ഡോക്യുമെൻറ്റോ ഒക്കെ വരണമെങ്കിൽ, അല്ലെങ്കിൽ പിക്ചറൊക്കെ വരണമെങ്കിൽ നമ്മൾ ഏത് യൂസ് ചെയ്യണം? വാട്ടർമാർക്ക് യൂസ് ചെയ്യണം. ഇത് നമ്മുടെ ടെക്സ്റ്റിനെ അഫക്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ചെയ്യത്തില്ല. ഇപ്പോൾ വാട്ടർമാർക്ക് എങ്ങനെയാണെന്ന് നോക്കിയ പേജ് ലേഔട്ടിൽ നമ്മൾ വാട്ടർമാർക്ക് ക്ലിക്ക് ചെയ്തു. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ടർമാർക്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ പേജ് ലേഔട്ട് ടാബിലാണ് വാട്ടർമാർക്ക് ഉള്ളത്. ഇനി ആരോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ, പല രീതിയിലുള്ള വാട്ടർമാർക്കുകൾ നമുക്ക് അവൈലബിൾ ആണ്.
ഇവിടെ കോൺഫിഡൻഷ്യൽ, ഡു നോട്ട് കോപ്പി എന്നൊക്കെ പറയുന്ന പല രീതിയിലുള്ള വാട്ടർമാർക്കുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പം ഞാൻ ഇവിടെ ഉള്ളതൊന്നും കാണിച്ചു തരാം. അതിൽ ഞാൻ കോൺഫിഡൻഷ്യൽ കൊടുത്തു. കോൺഫിഡൻഷ്യൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഡോക്യുമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡോക്യുമെൻറ്റിൽ എന്ത് വരും, അത് വരും. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ കാണാൻ പറ്റാത്തത് നമ്മുടെ പേജ് ബാക്ക്ഗ്രൗണ്ട് കളറും അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ വാട്ടർമാർക്കിൻ്റെ കളറും ഏകദേശം ഒരുപോലെ ആയതുകൊണ്ട് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നില്ല. ഇപ്പം നമുക്ക് നോക്കാം വാട്ടർമാർക്ക് അടുത്തത്. ഇവിടെ നോക്കിയേ, ഇത് കോൺഫിഡൻഷ്യൽ ഇവിടെ കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് കസ്റ്റം വാട്ടർമാർക്കുണ്ട്. കസ്റ്റം വാട്ടർമാർക്ക് എടുത്ത് ഞാൻ കാണിച്ചു തരാം. കസ്റ്റം വാട്ടർമാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഒരു ഡയലോഗ് ബോക്സ് വരും. ഇവിടെ നോ വാട്ടർമാർക്ക് വേണേൽ കൊടുക്കാം. പിക്ചറാണ് വാട്ടർമാർക്കായി കൊടുക്കേണ്ടതെങ്കിൽ പിക്ചർ ഇവിടെ ക്ലിക്ക് ചെയ്യുക, സെലക്ട് ചെയ്യുക. അതിനുശേഷം സെലക്ട് പിക്ചർ എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് നമ്മുടെ ഈ സിസ്റ്റത്തിൽ നിന്നുള്ള പിക്ചർ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ടെക്സ്റ്റ് കൊടുത്ത് കാണിക്കാം. ടെക്സ്റ്റ് വാട്ടർമാർക്ക് ആണെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കോൺഫിഡൻഷ്യൽ എന്ന് കിടക്കുന്നു, അത് ഞാൻ മാറ്റിയാണ്. നമുക്ക് കോൺഫിഡൻ്റ് എന്ന് മതി. ഞാൻ കോൺഫിഡൻറ്റ് എന്ന് മാത്രം കൊടുത്തിട്ട് ഇവിടെ നമ്മുടെ കളർ കണ്ടോ, നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കൊടുത്ത കളറും ഈ കളറും ഏകദേശം ഒരുപോലെ ആയതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റാൻ ഞാൻ ഇപ്പോൾ നോക്കി ഒരു കാണത്തക്ക രീതിയിലുള്ള ഒരു കളർ കൊടുത്തു. അതിനുശേഷം നമ്മൾ എന്ത് കൊടുത്തു, ഓക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ കണ്ടോ കോൺഫിഡൻറ്റ് എന്നുള്ളത് നമുക്ക് ഇവിടെ ഇങ്ങനെ നമ്മുടെ ഡോക്യുമെൻറ്റിൻ്റെ ബാക്കിലായിട്ട് വരും. ഇനിയിപ്പോൾ നമ്മളിവിടെ ഏതെങ്കിലും ടെക്സ്റ്റൊക്കെ ടൈപ്പ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യത്തില്ല, നമ്മുടെ ഡോക്യുമെൻറ്റിനെ ഈ വാട്ടർമാർക്ക് നമ്മളെ ഡോക്യുമെൻറ്റിനെ അഫക്റ്റ് ചെയ്യത്തില്ല. ഡോക്യുമെൻറ്റിൻ്റെ ബിഹൈൻഡിലായിരിക്കും അത് കാണുന്നത്. അപ്പോൾ ഇതിനെയാണ് വാട്ടർമാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ വാട്ടർമാർക്ക് എന്താണെന്ന് മനസ്സിലായി കാണും. വാട്ടർമാർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്, ടെക്സ്റ്റ് ഓർ പിക്ചർ ദാറ്റ് അപ്പിയർ ബിഹൈൻഡ് അവർ ഡോക്യുമെൻ്റ്. ഇത് പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ പേജ് ലേഔട്ടിനകത്തുള്ള തീംസ്, പേജ് സെറ്റപ്പ്, പേജ് ബാക്ക്ഗ്രൗണ്ട് ഇത്രയുമാണ് പറഞ്ഞത്. ഇനി നമുക്ക് പറയാനുള്ളത് പാരഗ്രാഫാണ്. പാരഗ്രാഫിനകത്ത് വരുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഇൻഡന്റ് ആൻഡ് സ്പേസിംഗ് ആണ്. ഇൻഡന്റ് സ്പേസിംഗ് എന്താണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഇൻഡന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻഡന്റേഷൻ ഇവിടെ കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം. കണ്ടോ, ഇപ്പം ഇതിങ്ങനെ റൈറ്റിലോട്ട് ഇൻഡന്റേഷൻ മാറുന്നുണ്ടോ, നമ്മളിത് കുറച്ച് കൊടുക്കുമ്പോൾ അത് ലെഫ്റ്റിലോട്ട് മാറും. ഇത് നോക്കിയാൽ മതി. ഇനി ഞാൻ ഇതൊന്ന് കുറച്ച് കൊടുക്കാം. കണ്ടോ, ഇത് ലെഫ്റ്റിലേക്ക് മാറും. അപ്പോൾ ഈ റൈറ്റ് ബോർഡർ അത് ഇൻഡൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്, ഇൻഡൻറ്റേഷൻ യൂസ് ചെയ്യുന്നത്. സ്പേസിങ് ആഫ്റ്ററും ബിഫോറും ഉണ്ട്. അതായത് ഒരു പാരഗ്രാഫിന് മുന്നേ എത്ര സ്പേസ് സെറ്റ് ചെയ്യണം, പാരഗ്രാഫിന് ശേഷം എത്ര സ്പേസ് സെറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ അറേഞ്ച് ആണ്. അറേഞ്ച് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഷേപ്സ് ഒക്കെ ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഡേറ്റാസോ ഡോക്യുമെൻറ്റ്സോ ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഏതെങ്കിലും ആ ഒരു ഡോക്യുമെൻറ്റിനെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ പൊസിഷനൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അറേഞ്ച് എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പ് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് വരുന്ന പൊസിഷനുണ്ട്, ബ്രിങ് ടു ഫ്രണ്ട്, സെൻഡ് ടു ബാക്ക്, ടെക്സ്റ്റ് റാപ്പിംഗ് ഒക്കെയാണ് ഇതിനകത്ത് വരുന്നത്, അറേഞ്ചിനകത്ത് വരുന്നത്. ഇപ്പം നമ്മളിവിടെ ഒരു ഡോക്യുമെൻ്റ് ഉണ്ട്. ഡോക്യുമെൻറ്റിനകത്ത് നമ്മളൊരു ഒരു ഷേപ്പ് ഇൻസേർട്ട് ചെയ്യുകയാണ്. ഞാൻ ഇപ്പോൾ ഒരു ഷേപ്പ് ഇൻസേർട്ട് ചെയ്ത് കാണിക്കാം. ഈ ഒരു ഷേപ്പ് നമ്മൾ ഇവിടെയായിട്ട് ഇൻസേർട്ട് ചെയ്യുകയാണ്. ഇൻസേർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അതിന് പിന്നിലുള്ള ആ ഒരു ഇത് മാറും. ആ ഒരു ടെക്സ്റ്റ് നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ അറേഞ്ച് എന്നുള്ളത് ആക്റ്റീവായിട്ടുണ്ട്. നോക്കിയാൽ മറ്റേ ഡോക്യുമെൻറ്റിൽ നമ്മൾ ഇത് ആക്റ്റീവ് അല്ല. അപ്പം ഇങ്ങനെ വരുമ്പോഴാണ് ഇത് ആക്റ്റീവ് ആകുന്നത്. ആക്റ്റീവ് ആകുമ്പോൾ നമുക്കിതിനെ എന്ത് ചെയ്യാം, നമുക്ക് പൊസിഷൻ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ സെൻഡ് ടു ബാക്ക് അല്ലെങ്കിൽ ബ്രിങ് ടു ഫ്രണ്ട് എന്നുള്ള ഓപ്ഷനൊക്കെ കൊടുത്തിട്ട് നമുക്ക് അതിനെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാം. അല്ലെങ്കിൽ ഈ ഒരു ഇതിനെ നമുക്ക് ബാക്കിലേക്ക് കൊണ്ടുപോകാം. ഏതിനെയാണ്, നമ്മുടെ ഇമേജിനെ നമുക്ക് ബാക്കിലേക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്യാം. നമ്മുടെ ടെക്സ്റ്റ് വ്രാപ്പിനകത്തും നമുക്കൊരു ഓപ്ഷനുണ്ട്, ബിഹൈൻഡ് ടെക്സ്റ്റിന് ബിഹൈൻഡിൽ ആ ഒരു ഷേപ്പിനെ കൊണ്ടുപോവുക. ഇതുപോലെയൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അറേഞ്ചിനകത്തുള്ള ഓപ്ഷൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അറേഞ്ചിൽ വരുന്നത് പൊസിഷനുണ്ട്, ബ്രിങ് ടു ഫ്രണ്ട്, സെൻഡ് ടു ബാക്ക്, ടെക്സ്റ്റ് വ്രാപ്പിംഗ് ഒക്കെയാണ് ഇതിനകത്ത് വരുന്നത്. അതൊന്നും അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല ഇതിൽ പഠിക്കേണ്ടത്. തീംസ്, മാർജിൻ, ഓറിയൻറ്റേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ സൈസ്, കോളം, വാട്ടർ മാർക്ക് ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പേജ് ലേഔട്ട് ടാബാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ബാക്കിയുള്ള പോർഷൻസ് ബാക്കി ഉള്ള 3-4 ടാബുകളൂടി നമുക്ക് പറയാണ്ട് അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ PDF നോട്ട്സും ക്വിസും ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മാസ്റ്ററിങ് എഡ്യൂടെക്കിൻ്റെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ചാനലിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താങ്ക്